ഹായ്, ഗുഡ് ഈവനിങ്. ഞാനും ചേട്ടായും കൂടി ഒരു 3 സെൻറ്റ് വസ്തു നോക്കി ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ഫ്ലോട്ട് തിരിച്ച് വസ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നതിന് കുറച്ച് ഒരു 1/2 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. അങ്ങനെ എനിക്കിതിൻ്റെ വകുപ്പൊന്നും അറിയില്ല കേട്ടോ. ചേട്ടനും അങ്ങനെയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എല്ലാത്തിനും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്ത് മെയിൻ റോഡാണ്. പിന്നെ താഴെ തോടുണ്ട്. അതേ കണ്ടോ, ഇത് തോടാണ്. അപ്പോൾ വലിയ എമൗണ്ടൊന്നുമല്ല, എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ചേട്ടൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. എനിക്കിതിൻ്റെ ഒരു മണ്ണം കെട്ടേ എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ വെറുതെ കാഴ്ചക്കാരിയെ പോലെ വന്ന് നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്നുവെച്ചാൽ എല്ലാത്തിനും സൗകര്യമുണ്ട്. മെയിൻ റോഡാണ്. കുറച്ച് ഒരു 5 മിനിറ്റ് നടന്നാൽ മെയിൻ റോഡാണ്. വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എല്ലാം സർവേശ്വരൻ്റെ കയ്യിൽ. ഇതേ കണ്ടോ, തൊട്ട് താഴെ തോടാണ്. ആ കാണുന്ന റോഡാണ്, മെയിൻ റോഡാണ്, കളിക്കാട് റൂട്ട്. ഇവിടെ ഒരു 35 സെൻറ്റ് ഉണ്ട് ഇത് മൊത്തം കൊടുക്കാനായിട്ട്. 5 സെൻറ്റ്, 3 സെൻറ്റ്, 4 സെൻറ്റ് അങ്ങനെയൊക്കെ കൊടുക്കാനാണ് ഇതിട്ടേക്കുന്നത്. നല്ല എന്താ പറയുക, ഒരു വയലിൻ കര, വയലിൻ തൊട്ടടുത്ത് അപ്പുറത്ത് വയലാണ്. ഏത് ഉഷ്ണത്തിലും നല്ല തണുപ്പ് കിട്ടും. അങ്ങനെ ഒരു എന്താ പറയുക, ശാന്തത. 3 ലക്ഷം രൂപ, 3.5 ലക്ഷം രൂപ അങ്ങനെയൊക്കെയാണ്. ഫസ്റ്റ് ഇവിടുന്ന് മുകളിലോട്ട് ചെല്ലുന്തോറും വില കുറയുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ നിൽക്കുന്നിടം നമ്മൾ കയറി വരുന്ന എൻഡാണ്. അപ്പോൾ അവിടെ 3.5 ലക്ഷം രൂപ അവർ ചോദിക്കുന്നു. 3 ഒതുങ്ങുമായിരിക്കാം. ആർക്ക് വേണമെങ്കിലും വേണമെന്നുള്ളവർക്ക് വന്ന് വസ്തുവൊക്കെ വാങ്ങിച്ച് വീട് വയ്ക്കാം കേട്ടോ. മയിലോട്ട് മൊഴിയാണ് ഈ സ്ഥലം. എന്നുവെച്ചാൽ നമ്മളിപ്പം ഒരു വലിയ തിരക്കൊന്നും അല്ലാത്ത ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്രീഡം കിട്ടും. നമുക്കിത് നനയ്ക്കാം, കുളിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. കുളിച്ചില്ലെങ്കിലും വേണ്ടല്ലോ, തുണിയൊക്കെ അലക്കിയെടുക്കാം, വെള്ളമുള്ളതുകൊണ്ടേ. അങ്ങനെയൊക്കെയുള്ളൊരു ഉപകാരങ്ങളുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് ഇതിൻ്റെ കുറച്ച് മുകളിലാണ്, ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ 3 സെൻറ്റ് വസ്തു നോക്കാം എന്നുള്ള രീതിയിൽ ഇറങ്ങിയത്. വാങ്ങാൻ പറ്റുമെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ ചേട്ടൻ്റെ പരിചയത്തിൽ ആർക്കെങ്കിലും വാങ്ങണമെങ്കിൽ വാങ്ങുമല്ലോ എന്ന് കരുതിയാണ് ഇതിനിറങ്ങിയത്. ടാറ്റ.